ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിദ നസി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങിയ വീഡിയോ ആയിരുന്നു കേട്ടോ. നിസ്കാക്ക് ഓഫീസിൽ നിന്ന് വരുന്ന ഒരു 20 മിനിറ്റ് മുന്നേ എന്നോട് പറഞ്ഞ് മാറ്റി നിൽക്കുക, നമുക്ക് രണ്ടുപേർക്കും പുറത്ത് പോവാം. ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുണ്ടായിരുന്നു, ഒന്ന് കുറച്ച് ചെറിയൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു. കിച്ചണത്തെ കുറച്ച് ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഇറങ്ങും. പൊതുവേ നമ്മൾ സാറ്റർഡേ സൺഡേ അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടാണ് പോയി വാങ്ങൽ. ഇത് പെട്ടെന്ന് എന്നോട് പറഞ്ഞ്, പിന്നെ ഞാൻ ഇന്നലെ നൈറ്റൊന്നും അങ്ങനെ ഉറങ്ങിയിട്ടില്ലേനു. അപ്പം ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ കാരണം അങ്ങനെ ഉറങ്ങി. അപ്പം എന്നോട് പറഞ്ഞ് ഡിലേ ആക്കണ്ടേ, നമ്മൾ രണ്ടുപേർക്കും വേഗം കാണിച്ചിട്ട് വരാമെന്നുള്ള രീതിക്ക് നമ്മൾ ഇറങ്ങിയതാണ്. പിന്നെ ഞാനിപ്പോൾ ദുബായ് കറാമയിലാണുള്ളത്. മുന്നേ ഷാർജയിലേനു. എനിക്കിവിടെ തോന്നിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് മിക്ക കാര്യത്തിന് എല്ലാവരും നടന്നിട്ടാണ് കേട്ടോ പോവുക. പിന്നെ ഈ സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു മെത്തേഡായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ എഫേർട്ട് എടുത്തിട്ട് വേണം നമ്മൾ ക്രോസ് ചെയ്യാൻ. ഇവിടെ എന്ന് പറയുന്നത് ആ സിഗ്നലിൽ നിൽക്കി വെയിറ്റ് ചെയ്ത് ബാക്കി വണ്ടിയൊക്കെ അവിടെ സിഗ്നലിൽ നിന്നിട്ട് നമ്മൾ ക്രോസ് ചെയ്യുക, അങ്ങനെയാണ്. അപ്പം നമ്മൾ ഒരു ബേജാറോ പേടിയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ ചായ കുടിച്ചില്ലായിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ നാട്ടിലത്തൊക്കെ ഒരു ടൈപ്പ് ഷവർമ കിട്ടുമെന്നാണ് നിസ്കാക പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ കയറി ഞാനൊരു കോഫി, നിസ്കാക ഒരു കട്ടനോ ആണ് വാങ്ങിച്ചത്. ഞാൻ പൊതുവേ കട്ടൻ്റെ ഒരാളാണ്. പിന്നെ രാവിലെ കട്ടൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് ഞാനൊരു കോഫി അങ്ങനെയാണ് കുടിക്കുക. പിന്നെ ചായ കുടിക്കുക അല്ലെങ്കിൽ ബൂസ്റ്റ് ഹോർലിക്സ് അങ്ങനത്തെ ഒന്നുമില്ല. മിൽക്ക് ഐറ്റംസിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അധികം കോഫി തന്നെ കുടിക്കൽ. പിന്നെ കട്ടനാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ നമ്മളൊരു ഷവർമ ഓർഡർ ചെയ്ത്. നിസ്കാക പിന്നെ ഒന്നും വേണ്ടേനോ, ഞാനാണ് പിന്നെയും വിശന്നിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഷവർമ അങ്ങനെ ഒന്നും ഓർഡർ ചെയ്ത്, പക്ഷേ രണ്ടാളും ഷെയർ ഇട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന വീഡിയോസൊന്നും നമ്മളിതിൽ എടുത്തിട്ടില്ല. എന്നുവെച്ചാൽ പല ടെൻഷനും പല ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർ വന്നിരിക്കണമായിരിക്കില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കുക, അതൊന്നും ശരിയെന്ന് എനിക്കും തോന്നിയില്ല. നിസ്കാക്ക് സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ അവിടെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഡോക്ടർ വരുന്നത്. ഇസ്മായിൽ ഡോക്ടറാണ്, ഇവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പർച്ചേസിങ് ഉണ്ടെങ്കിലോ അങ്ങനെ നമ്മൾ ലുലുവിലേക്ക് പോയി. അവിടുന്ന് ബാക്ക് സൈഡ് കൂടാണ് കയറി കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടത്തെ ആ ഒരു ഇതെല്ലാം കാണാം. അങ്ങനെ ബാക്ക് സൈഡിലുള്ള ആ ഒരു കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കാണാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ബ്രെഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, കേക്ക് അങ്ങനത്തെ ഒക്കെ ആണ് വെക്കുക. അപ്പോൾ എനിക്കിങ്ങനത്തെ കേക്ക് ഐറ്റംസ് എനിക്ക് ഷുഗർ പൊതുവേ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ള രീതിക്ക് മാത്രം എടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ കാണിക്കാനുള്ളത് നിങ്ങൾ ചോദിക്കുക. നമ്മുടെ നാട്ടിലിപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, പക്ഷെ എന്നാലും വെറുതെ നമ്മളെ ലുലുവിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ ചീസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വലിയ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാ കൺട്രീസിലെ ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒമാൻ, ഖത്തർ, ചൈന, കൊറിയൻ, ഇന്ത്യ, പാകിസ്ഥാനി ആയിട്ട് അങ്ങനെ ഓരോ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ. പിന്നെ എനിക്കിവിടെ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയൊരു സംഭവം എന്താ വെച്ചാൽ, കൂടുതൽ നമുക്ക് പാക്കിങ്ങിൽ തന്നെ നമുക്ക് ഹാഫ് വേവിൽ അല്ലെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഫ്രൈ ചെയ്യാനുള്ള രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നാട്ടിലും പാക്കറ്റ് ഉണ്ട് പറഞ്ഞു, പക്ഷേ ഈ ഒരു കാര്യം നല്ല കേട്ടോ. മിക്ക കാര്യങ്ങളും അവിടെ അങ്ങനെ തന്നെയാണുള്ളത്. ഞാൻ കൂടുതലായിട്ടെന്ന് പറയാൻ ഇതിൽ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ കൂടുതലും ബോട്ടിലാട്ടോ വരുന്നത്. നമ്മളിപ്പോൾ നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഓരോ ഐറ്റംസിനും ഓരോ ബോട്ടിൽ വേറെ എക്സ്ട്രാ വാങ്ങിക്കേണ്ട, പക്ഷേ ഇത് ബോട്ടിലടക്കം വരുന്നതാട്ടോ. ഈ ഒരു പത്തിരി പൊടിൻ്റെ ഒന്നും നോക്കണ്ട, കുറേ ബോട്ടിൽസൊക്കെ ഉള്ളത് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്നോട് കുറേ പേര് ചോദിക്കലുണ്ട് കണ്ണൂർ പത്തൽ പൊടി അവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളത്. ഞാൻ കോഴിക്കോടാണ്, ഹസ്ബൻഡ് കണ്ണൂരാണ്. അവിടെ പത്തൽ നിർബന്ധമാണ്. നിസ്കാബിൻ്റെ ഫേവറേറ്റാണ് പത്തൽ. അധികമായിട്ട് പത്തൽ വേണം. അപ്പോൾ പത്തിരി പൊടിയാണ് നമ്മൾ എടുക്കൽ. 2 ടൈപ്പ് നമ്മൾ എടുക്കലുണ്ട്. ടേസ്റ്റിൻ്റെ മലബാറിയും എടുക്കലുണ്ട്, ഇതുപോലെ ഈ ഒരു പത്തിരി പൊടി എടുക്കലുണ്ട്. ഇത് നമ്മളെ കോഴിക്കോട് നൈസ് പത്തിരിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു പൊടിയാണ്. പിന്നെ ഇവർ പത്തലായിട്ട് അങ്ങനെ യൂസ് ചെയ്യും. ഞാൻ പത്തലായിട്ടാണ് ഈ പൊടി ഇവിടെ നിന്ന് എടുക്കുന്നത്. അധികം പേരും ചോദിക്കലുണ്ട് പത്തിരി പൊടിയൊക്കെ ഇവിടെ നിന്ന് കിട്ടലുണ്ടോയെന്നോ. എല്ലാം കിട്ടും കേട്ടോ. ദുബായിൽ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് സാധനങ്ങൾ ദുബായിലുണ്ട്. ഇനി വേറെ കൺട്രീസിൻ്റെ കാര്യം എനിക്ക് അങ്ങനെ അറിയില്ല. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ എല്ലാം ഉണ്ടാക്കൽ. ആദ്യം സൺഫ്ലവർ ചെയ്യണം. ഇവിടെ വന്ന പാടൊക്കെ അത് യൂസ് ചെയ്തത്. പക്ഷേ സൺഫ്ലവർ യൂസ് ചെയ്തപ്പോൾ നമുക്ക് തോന്നി എന്താ വെച്ചാൽ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മളൊന്ന് മാറ്റിയാലോ എന്നുള്ള രീതിക്കാണ് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ആക്കിയത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടിലത്തെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഫുഡൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ നമ്മൾ ലിറ്റർ നോക്കിയിട്ടാട്ടോ എടുക്കണേ. അതാണ് ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ അവിടെ കണ്ടത് 1 ലിറ്ററിൻ്റെ ആണ്, ഇത് 2 ലിറ്ററിൻ്റെ ആണ്. പിന്നെ യെല്ലോ, ഡാർക്ക് യെല്ലോ, ലൈറ്റ് യെല്ലോ ഒക്കെ ആയിട്ട് ഓരോ ബോട്ടിലുണ്ടല്ലേ. അപ്പോൾ അത് ഓരോരോ ബ്രാൻഡ്സിൻ്റെ ആണ്. ബ്രാൻഡ്സ് മാറിയാൽ നമ്മൾ രുചി മാറും കേട്ടോ. അത് നമുക്ക് സൺഫ്ലവറിൽ തന്നെ ഒരു സീൻ ഉണ്ടായിട്ടുണ്ട്.
പിന്നെ വലിയ പ്ലാനിങ് ഇല്ലാതെ ഇറങ്ങിയതല്ലേ. പ്ലാനിങ് ഉണ്ടായിരുന്നു, ഉള്ളി തക്കാളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങുക എന്നുള്ള രീതിക്ക്. പിന്നെ ഈ RKG എടുത്തതാണ്. RKGയിലുള്ള എന്ത് ഫുഡും നിസ്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം RKGയിൽ അതുണ്ടാക്കാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ്. പിന്നെ ഇത് സൂപ്പുകളാണ് കേട്ടോ, ഫുള്ള് സൂപ്പുകളെ പൊടികളാണ്, പല ഫ്ലേവറിലും പല ബ്രാൻഡിലും ഉള്ളതാണ് കേട്ടോ ഇത്. ഇവിടെ മെയിൻ സൂപ്പാണ് കേട്ടോ. എന്താ വെച്ചാൽ ഏത് റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും അവരെ വക ഒരു സൂപ്പ് ഉണ്ടാവും, അതിന് വേറെ പെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എല്ലാ മാളിലും ഒരു സെക്ഷനിൽ മൊത്തം സൂപ്പായിട്ട് തന്നെ അവർ വെക്കും. ഇപ്പോൾ ഈ മാളിൽ കുറച്ചുള്ളത്, വേറെ കുറച്ച് വലിയ ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ മാളിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു സെക്ഷനിൽ മൊത്തം സൂപ്പ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. ഞാൻ ഫസ്റ്റിലൊക്കെ ഇവിടെ ഒരുപാട് സൂപ്പ് പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ നാട്ടിലെന്ന് പറയുന്നത് നമ്മൾ എടുക്കൊക്കെ അല്ലേ കുടിക്കുക, ഡെയിലി കുടിക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ശീലം തന്നെയാണ് ഇതുവരെ ഉള്ളത്. അപ്പോൾ അങ്ങനെ എടുക്ക് കുടിക്കാന്നുള്ള രീതിക്ക് 2-3 ടൈപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ഗ്രീന്, എനിക്ക് തോന്നുന്നു മഷ്റൂമിൻ്റെ വാങ്ങിയതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടമായത്. പിന്നെ അതങ്ങനെ വാങ്ങിച്ചില്ല. പിന്നെ അതുപോലെ പെപ്പർ കണ്ടപ്പോൾ പെപ്പർ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്ന് അങ്ങനെ അതെടുത്ത്. പിന്നെ ഉണക്കമുളക് ഉണ്ടല്ലോ അത് വേണേനു, പിന്നെ കടുകും. അപ്പോൾ അതങ്ങനെ കുറേ നോക്കി അതിൻ്റെ ഓരോ പാക്കറ്റ് എടുത്ത്. ഇത് ഏത് സെക്ഷനിലാണ് ആവശ്യം, നമ്മളിപ്പോൾ ഇവിടെ വന്നതാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓർമ്മ കിട്ടേയില്ല ഈ സെക്ഷൻ തന്നെയില്ല നമ്മളതെടുത്ത ഈ സെക്ഷൻ. ആകെ നമുക്ക് ഓർമ്മ എന്ന് പറയുന്നത് പത്തൽപ്പൊടിൻ്റെ സെക്ഷൻ മാത്രമാണ്. അതന്നെ ഇന്ന് പത്തിരിപ്പൊടിയാണ് നമുക്ക് കിട്ടിയത്, പത്തൽപ്പൊടിയാണ് നമ്മൾ അധികം വാങ്ങിക്കൽ. പിന്നെ ഈ പയർ എന്ന് പറയുന്നത് നിസ്ക ചോദിക്കുന്നുണ്ട് പയർ എനിക്ക് എന്തിനാണ് എന്നുള്ളത്. കാരണം നിസ്ക അങ്ങനത്തെ ഒന്നും കഴിക്കില്ല, ഞാനിങ്ങനെ പ്രോട്ടീൻസൊക്കെ നോക്കി കഴിക്കുന്ന ഒരാളാണ്. അത് ഒന്നാമതൊരു എൻ്റെ വീട്ടിൽ വേഗം അസുഖം വാങ്ങിക്കുക എന്നുള്ള ഒരു ശ്രദ്ധ ഉള്ള ആൾക്കാരാണ്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് വേഗം വാങ്ങിക്കുന്നതിനാൽ കുറച്ച് ശ്രദ്ധിക്കാമെന്നുള്ളൊരു ഇത് ഉപ്പയും ഉമ്മയും അങ്ങനെ കൊണ്ടുപോകലുണ്ട്. കാരണം അവരധികം ബീഫോ ചിക്കനോ അങ്ങനെയൊന്നും കഴിക്കലില്ല, അതിങ്ങനെ പച്ചക്കറി ഐറ്റംസ്, ഫിഷ് അങ്ങനത്തെ ഒക്കെ കഴിക്കുക. അപ്പം അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഒരു പയർ. പിന്നെ അത് വലിയ പാക്കറ്റ് ചെയ്യുന്നു എടുത്ത്. അപ്പോൾ ഞാനൊരാൾക്ക് കഴിക്കുകയുള്ളല്ലോ, അതുകൊണ്ട് ചെറിയൊരു പാക്കറ്റ് നോക്കി അവിടെ നിന്ന് എടുത്ത്. പിന്നെ നമ്മൾ കിച്ചൺ ഐറ്റംസ് വരുന്ന സ്പൂണ്, കത്രിക, കത്തി അങ്ങനത്തെ ഒക്കെ കുറച്ച് സെക്ഷൻ ഉണ്ട്. ആ ഒരു സംഭവം മാത്രമുള്ള കുറച്ച് സെക്ഷൻ ഉണ്ട് കേട്ടോ. ഫ്രൈ പാനൊക്കെ അപ്പുറത്തെ സൈഡാണ്, ഈ ഒരു സൈഡ് മാത്രം ഇങ്ങനെയാണ്. അപ്പോൾ ഈ കയ്യിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് കയ്യിൽ ഓരോ നാട്ടിലും ഓരോ പേരൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. സ്പൂണ് പോലെ ഉണ്ട് അത് കാണാൻ. പക്ഷേ ആ റബ്ബർ നല്ല ക്വാളിറ്റി ഉള്ളത് കേട്ടോ. ഞാൻ മുന്നേ ഇവിടുന്ന് വാങ്ങിച്ചത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്പൂൺ ടൈപ്പ് മോഡലല്ല, വേറൊരു മോഡൽ, പക്ഷേ സെയിം റബ്ബറാണ് കേട്ടോ. അപ്പം അങ്ങനെ അതൊന്ന് എടുത്ത് പിന്നെ ഇങ്ങനെ ഓരോന്ന് നോക്കി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിക്ക് അങ്ങനെ നോക്കി. പക്ഷേ എല്ലാ ഐറ്റംസ് വീട്ടിലുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ ഒരു റബ്ബർ വരുന്ന സാധനം ഒന്നേ ഉള്ളൂ, അതന്നെയാണ് ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യില്ല. അപ്പോൾ വിചാരിച്ച് ഒന്നും കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഒന്നായിട്ട് യൂസ് ചെയ്തിട്ട് വേഗം കേടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേറൊന്നും കൂടെ എടുത്തത്. ഇതും കൂടെ യൂസ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ജസ്റ്റ് നമ്മളെ ലുലു മാളത്തെ എന്താണെന്നുള്ളത് കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കത്തി ആയാലും നമ്മളെ കട്ടിംഗ് ബോർഡായാലും പല പല ടൈപ്പിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടിഷ്യൂസ്, ഇത് എന്താ പറയുക ഇവിടെ മെയിനാണ് കേട്ടോ. എല്ലാവരും ടിഷ്യൂസോടുള്ള കളിയാണ്. ഇപ്പോൾ നമ്മൾ ഇത് റെസ്റ്റോറൻറ്റ് പോയാൽ തന്നെ അവർ ടേബിളിൽ ഒരുപാട് ടിഷ്യൂസ് വെച്ചിട്ടുണ്ടാവും, ഓരോന്നിനും ഓരോ ടിഷ്യൂസ് വെച്ചിട്ടുണ്ടാവും, ടിഷ്യൂസ് എടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കൊക്കെ ഒരു 5-6 എണ്ണമൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ഇതിൽ വെച്ച് തരാം. പക്ഷേ ഓലും അങ്ങനെ തന്നെ ബോക്സ് അടക്കം വെച്ച് തരിക. ഇതിവിടെ എല്ലാവർക്കും ഒരു നിർബന്ധമായൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ വന്നപാട് നിസ്കാക്കി എനിക്ക് കിച്ചണിൽ ടിഷ്യൂസ് തന്നിട്ടുണ്ട്. കിച്ചൺ ടിഷ്യൂസാണ് അവിടെ ആ ഒരു വലിയ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതും അങ്ങനെ ഒന്നെടുത്ത്. പിന്നെ അതൊന്നും എനിക്ക് ബ്രാൻഡ്സും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഓരോ ബ്രാൻഡ്സൊക്കെ ഉണ്ട്, അതെന്തിനാണ് ബ്രാൻഡ് എന്നൊക്കെ നിങ്ങൾ നോക്കും. പക്ഷെ നമ്മൾ വേഗം വെള്ളം ഊറിയെടുക്കുന്നത് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ നോക്കിയെടുക്കുന്നതാണ്. പിന്നെ പച്ചക്കറി സെക്ഷനിൽ വന്ന് പിന്നെക്കാൾ ഓർമ്മ നിസ്കാക്കാണ്. അതുകൊണ്ട് നിസ്കാക്ക വേഗം പോയിട്ട് സവാള എടുക്കുകയാണ്. പിന്നെ നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ പല ടൈപ്പ് സവാളകളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. വെളുത്തുള്ളി 2 ടൈപ്പ് ഉണ്ട്, നമ്മൾ ഇന്ത്യൻ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ചൈന, കൊറിയൻ, ഒമാൻ അങ്ങനത്തെ ഒക്കെ ഓരോന്ന്. ഇഞ്ചി ആയാലും ക്യാരറ്റ് ആയാലും മുളകായാലും
അങ്ങനെ എല്ലാം 2-3 ടൈപ്പിൽ ഇവിടെ ഉണ്ടാവും. നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യാന്നുള്ള രീതിക്ക്. അതുപോലെ തന്നെ ഓരോന്നിൻ്റെ മുകളിൽ ഫ്ലാഗും ഉണ്ടാവും. ഇത് ഇന്ന കൺട്രീസിൻ്റെ ടൊമാറ്റോസാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിൽ ഇവർ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ നിസ്കാക്ക തക്കാളി എടുക്കുമ്പോൾ ഇപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ അപ്പുറത്തുനിന്ന് എന്തോ ഒരു സംഭവം തപ്പുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതിൽ ശ്രദ്ധിച്ചില്ല, പക്ഷേ രണ്ടാൾ ടോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തോ കാണാനായിട്ട് നിസ്കാക്കൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നന്ദി അവിടുന്ന് കാണിച്ചിട്ട് അവർക്ക് ഇങ്ങനെ ആ നന്ദി തിരിച്ച് കൊടുക്കണം എന്നുള്ള എന്തോ തോന്നിയിരിക്കും. നമ്മൾ തക്കാളി എടുക്കേണ്ട ഞാനൊരു കിലോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എടുത്തോ എനിക്ക് വേണ്ടാന്നുള്ള രീതിക്കൊക്കെ ആയി. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് തന്നാൽ ചേച്ചി, പക്ഷേ അല്ല, അയാൾ വേറെ കുറച്ച് സംഭവങ്ങൾ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ എടുത്ത് തരുന്നുണ്ട്. നിസ്കാൻ്റെ അടുത്തേക്ക് തന്നെ സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നിസ്കാക്ക് മാറി. ഞാൻ പറഞ്ഞു ചിലപ്പോൾ അവിടെ കാണിച്ച നന്ദി ഇവിടെ കാണിക്കുന്നതായിരിക്കും, അതാണ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഓരോ സാധനം എടുത്ത് തരാനായിട്ട് വരുന്നത്, അല്ലാത്ത ഒരാളിങ്ങനെ കാണിക്കില്ലല്ലോ. അപ്പോൾ പല ആൾക്കാരും പല ക്യാരക്ടറും നല്ല സ്നേഹമുള്ള ആൾക്കാരും അങ്ങനെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് പല ടൈപ്പ് ആൾക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ. സ്വഭാവം എന്നല്ല, പല കോസ്റ്റ്യൂംസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലൊക്കെ ഡിഫറൻസ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാം. പിന്നെ നിങ്ങളിവിടെ കണ്ടല്ലോ ഫുള്ളും എന്താ പറയുക, ഹെൽത്തിന് അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതും കട്ട് ചെയ്തത് വേറെ ഉണ്ടാവും, പിന്നെ കട്ട് ചെയ്യാത്തത് വേറെ ഉണ്ടാവും. പിന്നെ അധികം ലീഫാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് ഞാൻ കണ്ടത്. ലീഫ് ആ സൈഡാണെങ്കിൽ ഈ സൈഡാണെന്നുണ്ടെങ്കിൽ ലീഫിനോണ്ടുള്ള കളിയാണ് കേട്ടോ. ലീഫ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും കാൽസ്യം തന്നെ ഒരു സംഭവമാണല്ലോ. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഓരോ ലീഫൊക്കെ എടുത്തിട്ട് ട്രൈ ചെയ്യേണ്ടതിനും, പിന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ വെക്കുമ്പോൾ ചിലപ്പോൾ കയ്പ്പൊക്കെ വരും. അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടാണ്. പിന്നെ ബ്രോക്കോക്കോളി എൻ്റെ മെയിൻ സാധനമാണ് കേട്ടോ. അത് ബ്രോക്കോക്കോളി കഴിക്കണം എന്താ വെച്ചാൽ എനിക്ക് വിറ്റാമിൻ ഡിൻ്റെ പ്രശ്നമുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഇന്ന് കൺസൾട്ട് ചെയ്യാനും പോയത്. അപ്പം വിറ്റാമിൻ ഡിക്ക് കുറച്ചുകൊണ്ട് ബെറ്ററായ സാധനമാണ് ഈ ഒരു ഉണക്കമുന്തിരി, പിന്നെ അതുപോലെ തന്നെ ബ്രോക്കോക്കോളി കൗണ്ടിനും എല്ലാത്തിനും നല്ലതാണെന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിൽ ഞാൻ ബ്രോക്കോക്കോളിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കലുണ്ടായിരുന്നു. ബ്രോക്കോക്കോളി ആയിട്ട് വാങ്ങിക്കില്ല, കാരണം നാട്ടിൽ നല്ല പൈസ ആണ്. പക്ഷെ ഇടയ്ക്കൊക്കെ വാങ്ങിക്കും. പക്ഷേ ബ്രോക്കോക്കോളിൻ്റെ സൂപ്പൊക്കെ വാങ്ങിച്ച് കുടിക്കലുണ്ട്. പിന്നെ ബ്രോക്കോക്കോളി ഇവിടെ വലിയ റേറ്റ് ഒന്നുമില്ല. അപ്പം ഇങ്ങനെ ബ്രോക്കോക്കോളി നല്ലത് നോക്കിയിട്ടായിരുന്നു ഒന്നെടുത്ത്. പിന്നെ നിസ്കാക്കൻ്റെ ഫേവറേറ്റ് സാധനത്തിലേക്ക് പോയി, വെണ്ടക്ക. എനിക്ക് വെണ്ടക്കനെ കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഞാൻ വെണ്ടക്ക കഴിക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ മുന്നേ എന്ത് സാധനം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് എന്ത് ഉപകാരം, BCD എന്നൊക്കെ പറഞ്ഞ കുറച്ച് സംഭവം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്ന ഒരാളാണ് കേട്ടോ. നിസ്കാക്കൻ്റെ ഫേവറേറ്റ് സാധനം കൊണ്ട് നിസ്കാക്ക അതെടുത്ത് അങ്ങനെ അതും കുറച്ചെടുത്ത്. പിന്നെ കേബേജ് എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ നിസ്കാക്കൻ്റെ ഫേവറേറ്റ് എന്നെ കൊണ്ട് നിസ്കാക്ക അതിലേക്ക് വീഞ്ചാടി അതും എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഹാഫ് എത്ര ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, 5 ദിവസം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഹാഫ് എടുക്കല്ലേ. ഞാൻ ഹാഫ് എടുക്കണ്ട, ഹാഫ് എന്ന് പറയുമ്പോൾ വേഗം ചീത്തയായി പോകും. അപ്പോൾ ചീത്ത ആയി കഴിഞ്ഞാൽ വേസ്റ്റ് ആവുമല്ലോ. മറ്റേതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ലീഫ് ഉണ്ട്. അപ്പം മുകളിലത്തെ ലീഫ് ഒന്ന് ജസ്റ്റ് കേടായി കഴിഞ്ഞാൽ അടിയിൽ നമുക്ക് ലീഫ് ഒഴിവാക്കിയിട്ട് അങ്ങനെ ഫ്രഷ് ഉള്ള സാധനങ്ങളൊക്കെ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത്. പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വന്നതല്ലേ, അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നിസ്കാനിയും കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെന്തൊക്കെ ചീരൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചീര എടുത്തതാണ്. അപ്പം എന്നോട് പറഞ്ഞു ഫസ്റ്റ് ചീര എടുത്തപ്പോൾ ഇതിങ്ങനെ കേടുണ്ടല്ലോ, ഇങ്ങനെ കേടുണ്ടതാണോ നല്ലത്. എനിക്കാണ് കുറച്ചുകൂടെ നല്ലത് ക്വാളിറ്റി മനസ്സിലാവും കേട്ടോ. ഇങ്ങനത്തെ ഞാനെല്ലാം നോക്കിയിട്ട് വാങ്ങിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഫസ്റ്റത്തേലൊക്കെ കുറച്ച് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ടാന്നിട്ട് പിന്നെ ഹോൾസ് ഇല്ലാത്ത നോക്കി അങ്ങനെ എടുത്താണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ലീഫ് അങ്ങനെ ആയിട്ടില്ല, കളറില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്തായാലും ചീരയല്ലേ, അതിൻ്റെ കൂടുതലാവണം എന്നൊന്നുമില്ല, ആവാത്തതും നമുക്ക് അതിൻ്റെ ആ ഒരു പ്രസക്തി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെടുത്ത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനമായിരുന്നു ബെറീസിൽ എനിക്ക് എല്ലാം ഇഷ്ടമാണ് കേട്ടോ. ഓൾമോസ്റ്റ് സാധനങ്ങൾ എനിക്കിഷ്ടമാണ്. മുന്തിരി ആയാലും സ്ട്രോബെറി ആണെന്നുണ്ടെങ്കിലും ഈ ബ്ലാക്ക് ബെറി ആണെന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബെറി നിസ്കാക്ക ഒരു പാക്കറ്റ് എടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാളെ ഫേവറേറ്റ് സാധനമാണ് ഈ പോപ്കോൺ. ഇങ്ങനെ ഓരോ പാക്കറ്റിൽ പല ടൈപ്പിലും ലൂസായിട്ട് കുറേ വരുന്ന പാക്കറ്റും ബോട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ടൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളധികം ഈ ഒരു പാക്കറ്റാണ് വാങ്ങിക്കുക, ഈ ഒരു ബട്ടർ പോപ്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാക്കറ്റാണ് വാങ്ങിക്കുക. അതുപോലെ നാച്ചുറൽ അങ്ങനെ പലതും ആയിട്ട് കൊടുത്തിക്കണമല്ലോ. അതിൽ നമ്മൾ ആദ്യമൊക്കെ കുറേയൊക്കെ വാങ്ങിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതലും ടേസ്റ്റ് ചെയ്ത് തോന്നിയത് ഈ ബട്ടർ പോപ്കോണാണ്. ഇതിൻ്റെ എക്സ്ട്രാ ബട്ടർ പോപ്കോൺ ഉണ്ട്, അതൊന്നുകൂടെ ടേസ്റ്റ് ചെയ്യണം, അതൊന്നും അവിടെ കാണുന്നില്ല.
അങ്ങനെ അത് ഞാനൊരു പാക്കറ്റ്, നിസ്കാക്കി ഒരു പാക്കറ്റ് എടുത്ത്. അതിൽ 3 പീസാട്ടോ വരിക. അത് കുക്കറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ പാനിലോ അങ്ങനെയൊക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിക്കുക, അതാണത്. പിന്നെ താഴെ കണ്ടില്ലേ ബോട്ടിലൊക്കെ, ഇവിടെ അധികം ആളും എനിക്ക് തോന്നുന്നു പോപ്കോൺ കഴിക്കുന്ന ആൾക്കാരാണ് തോന്നുന്നത്, കാരണം അത്രയും പോപ്കോൺ സെക്ഷനാണ്. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് നോക്കാമെന്ന് വിചാരിച്ച്. ബേക്കറിയിൽ വറുത്തായിക്ക, ഇപ്പോൾ കുറേ ആൾ ചോദിക്കും വറുത്തായിക്ക അവിടെ നിന്ന് കിട്ടലുണ്ടോ, അങ്ങനെ ഉണ്ടോ ഇതൊക്കെ എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ദുബായിൽ വന്ന ആൾക്കാരും ചോദിക്കലുണ്ട്, നിങ്ങൾക്ക് കിട്ടീനോ, അത് കിട്ടിയോ, കടുക്കൊക്കെ ഇതിൻ്റെ അടുക്ക് വെച്ചത് ഇങ്ങനെ അറിഞ്ഞപ്പോൾ ചോദിച്ച് എങ്ങനെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ് തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ കിട്ടാത്ത ഒരു സാധനവും ഇല്ല. അത്രയും സ്റ്റാഫുകളും അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ. ഡയറെല്ലാം അവിടെ ആണ്. ഈ കറക്റ്റ് ലൊക്കേഷനല്ല ഇവിടെ വന്നപാട് ഇവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പം എല്ലാം ഓൾമോസ്റ്റ് സാധനം ഇവിടെ ദുബായിൽ നിന്ന് കിട്ടും കേട്ടോ. അങ്ങനെ എനിക്ക് ഈ നുറുക്ക് അങ്ങനത്തെ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ഒരു ഓറഞ്ച് കളർ വരുന്ന നുറുക്കെടുത്ത് പിന്നെ ഇങ്ങനെ നോക്കി എന്തെടുക്കും എന്നുള്ള. ഡോക്ടർ അധികം എന്നോട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിസ്ക പറയുന്നുണ്ട് ഈ അതെടുക്കേണ്ടത് ഓയിലാണെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓയിലിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കണം, അപ്പോൾ പിന്നെ ഇതെടുക്കുന്നതിന് എന്താണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആ ഒരു കൊള്ളി ടൈപ്പ് സാധനവും ഞാനെടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിഷിൻ്റെ സൈഡിലേക്ക് നമ്മൾ പോയിട്ടോ. ഫിഷിൻ്റെ സൈഡിൽ എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ ഫ്രഷാണ്, കുറച്ച് ഫ്രഷ് അല്ലാത്ത സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ എളമ്പക്കാന്ന് ഇതിന് കണ്ണൂർ പറയും, കോഴിക്കോട് ഇതിന് എരുന്ത് എന്ന് പറയും. അപ്പം നിസ്കാവ് പറഞ്ഞ എളമ്പക്ക എടുത്താലോ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞ എളമ്പക്ക ഇങ്ങനെ തൊലിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ ചാൻസ് ഇല്ല, അതിൻ്റെ ആ ഒരു തോടടുക്കം വാങ്ങിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് ഈ ഫ്രഷ് ആണോ ഇത് എന്നുള്ള രീതി, കാരണം ആദ്യമൊക്കെ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയിട്ടാണ് വാങ്ങിക്കൽ, സ്റ്റോക്ക് ചെയ്ത് വെക്കലാണ്. അപ്പം നമുക്ക് ഫ്രഷ് അല്ലാത്തത് ഇതൊന്നും മനസ്സിലാവുന്നുണ്ട്. അപ്പം നിസ്ക പറഞ്ഞ ഒരു ഐക്കോറ എടുത്താലാണ്. അപ്പം എനിക്ക് ഐക്കോറിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും അങ്ങനെ അറിയില്ല, പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടാവും, എല്ലാം കഴിച്ച സംഭവമാണ്. പക്ഷേ പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഐക്കോറ ഏതാണെന്ന് മനസ്സിലാവില്ല. അപ്പം ഞാൻ ചോദിക്കും ഐക്കോറ ഏതാണെന്നാണ്. അപ്പോൾ ടേസ്റ്റ് എന്താ ചോദിക്കുമ്പോൾ അന്ന് ഇത് നമ്മൾ ആക്കി കഴിച്ചിൽ വരുമ്പോൾ ഓർമ്മ കിട്ടും. ഉമ്മക്ക് ആക്കി തരുമ്പോൾ അങ്ങനെ കഴിക്കാനുള്ളത് ഇത് ഐക്കോറ ഏതാണ്, അയില ഏതാണ്, അങ്ങനെയൊന്നും വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ പിന്നെ ഒരു ഐക്കോറ എടുത്തൊരു മീഡിയം സൈസിലുള്ളത്. അപ്പോൾ ഇവർ ചോദിച്ചു ഇത് മതിയോന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 പീപ്പിൾസേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു സൈസിലെടുത്തത്. പിന്നെ അവരെന്നെ കട്ട് ചെയ്ത് തരും കേട്ടോ. അത് ഇവിടുത്തെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോക്കനൊക്കെ എടുത്തിട്ട്, ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സാധനം എടുത്തിട്ട് ഇപ്പുറം പോയിട്ട് ടോക്കൺ എടുത്തിട്ട് വേണം കൊടുക്കാൻ, അവിടെ വേറെ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. പിന്നെ ഇത് ബീഫിൻ്റെ സെക്ഷനാണ്. ഇവിടെ ചിക്കനും ബീഫും അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാണ്. അതുപോലെ തന്നെ ഓരോ ഫ്ലാഗും കൊടുത്തിട്ട് ഒരു പാകിസ്ഥാനി, ചൈന, ഇന്ത്യ അങ്ങനെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം എടുത്താണ്. പിന്നെ എഗ്ഗിൻ്റെ സെക്ഷനാണിത്. ഇത് ഈ ഡിസ്പോസിബിൾ ആയിട്ട് വരുന്ന അങ്ങനെയാണ് ഇവർ കൊടുക്കുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ലൂസായിട്ടാണല്ലോ വാങ്ങിക്കൽ, ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഈ ഒരു രീതിക്കാണ് നമ്മൾ എടുക്കൽ. പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി നോക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. കുറേ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട്, പിന്നെ കുറേ പീസസ് കേട്ടോ, ക്വാണ്ടിറ്റി എന്നാണ് പറഞ്ഞത്. കുറേ പീസസ് ഉള്ളതുകൊണ്ട് കുറച്ചുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മളധികം നാടൻ കേട്ടോ വാങ്ങിക്കൽ, കാരണം നമ്മൾ നോർമൽ വൈറ്റ് എഗ്ഗ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രുചി കിട്ടുന്നില്ല. നമ്മൾ എഗ്ഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു എഗ്ഗാണ് എന്നുള്ളത് കിട്ടുന്നില്ല, നമുക്ക് എന്താ ഒരു വോമിറ്റിംഗ് ഫീലൊക്കെയാണ് വരുത്തുക. അങ്ങനെ നമ്മൾ ഒരു നാടൻ ടൈപ്പാണ് കേട്ടോ വാങ്ങിക്കൽ. അതെൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ഇതെടുക്കാൻ തുടങ്ങിയത്. അത് പിന്നെ കുഴപ്പമില്ല. പിന്നെ എല്ലാവരും ചോദിക്കലുണ്ട് ഉണക്കലൊക്കെ കിട്ടുമോ എന്നുള്ളത്. ഉണക്കലും കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് സാധനങ്ങൾ കിട്ടാത്ത സാധനങ്ങൾ കിട്ടുമെന്ന് കാണിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തന്നെ. അപ്പോൾ ഉണക്കലിൻ്റെ സെക്ഷനാണത്. ഇത് പിന്നെ കൊറിയൻ ടീംസിൻ്റെ കുറച്ച് സാലഡ്സാണ്. ഇതൊരു ഫ്രഷ് ആയിട്ട് ലൈവായി കൊടുക്കുന്ന ഒരിതാണ്. അത് ഇവിടെ നിന്നല്ല, അപ്പുറത്തെ സെക്ഷനിലും നമ്മൾ മലയാളീസുകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് അവിടെയുണ്ട് കേട്ടോ. കറി, അങ്ങനത്തെ നൂഡിൽസ്, ബിരിയാണി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളെ ദോശമാവ്, ചപ്പാത്തി, ഇഡ്ഡലി, നൂൽപുട്ട്, അതിൻ്റെയൊക്കെ കുറച്ച് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അങ്ങനത്തെ കുറച്ച് പാക്കറ്റ് ഐറ്റംസാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ദോശൻ്റെ പാക്കറ്റ് എടുത്ത് വീട്ടിൽ പോയിട്ട് ഇനി ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ദോശമാവ് എടുത്ത് പിന്നെ നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോയി. ബില്ല് ചെയ്ത് പിന്നെ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ കയ്യിലൊരു പാക്കറ്റും കൂടെ ഉണ്ടായിരുന്നു.